യെസ്, ഒരു വശത്തിപ്പോൾ UDF യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ മീഡിയ വൺ സ്ക്രീനിൽ കാണുന്നത്. VD സതീഷിനെ കാണാം, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ കാണാം, എല്ലാ ഘടകകക്ഷികളുടെയും നേതാക്കളെ കാണാം. PK കുഞ്ഞാലിക്കുട്ടി VD സതീഷിന്റെ കൂടെ തന്നെയുണ്ട്. മുസ്ലിം ലീഗ് നേതാക്കളുണ്ട്, PJ ജോസഫിന്റെ കേരള കോൺഗ്രസ് നേതാക്കളുണ്ട്, അങ്ങനെ RSPയുടെ നേതാക്കളുണ്ട്. അങ്ങനെ എല്ലാ ഘടകകക്ഷികളുടെയും നേതാക്കളുള്ള ഘടകകക്ഷി യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട നിർണായക യോഗമാണ്. ഈ ചർച്ചയിൽ വെച്ചാണ് ഇപ്പോൾ ഘടകകക്ഷികളുടെ സീറ്റ് വകുപ്പുകൾ സംബന്ധിച്ചൊക്കെ അന്തിമ ധാരണയാകുന്നത്. ഇതോടുകൂടി ഘടകകക്ഷികൾക്ക് അവരുടെ വകുപ്പുകളിലെ മന്ത്രിമാരെ ഇന്നത്തോടുകൂടി തന്നെ നിശ്ചയിക്കാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനം ഇത് കഴിഞ്ഞിട്ടാണ്. ഈ ഘടകകക്ഷി നേതാക്കളുടെ യോഗം കഴിഞ്ഞതിന് ശേഷമാണ് കോൺഗ്രസിന് അവരുടെ മന്ത്രിമാരെയും പോർട്ട്ഫോളിയോയും ഒക്കെ തീരുമാനിക്കേണ്ടത്. എന്തായാലും ഈ യോഗത്തിൽ ഒരാളുടെ വലിയൊരു മിസ്സിംഗ് ഉണ്ട്. അത് രമേശ് ചെന്നിത്തല തന്നെയാണ്. രമേശ് ചെന്നിത്തല യോഗത്തിൽ ഉണ്ടാവേണ്ട ആളായിരുന്നു, പക്ഷെ അദ്ദേഹം പങ്കെടുക്കുന്നില്ല. അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയും അസംതൃപ്തിയും ഉണ്ടത് പരിഹരിക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടെങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഇതിൽ വന്നിട്ടില്ല. അതുകൊണ്ട് രമേശ് ചെന്നിത്തല യോഗത്തിനില്ല. പകരം മുഖ്യമന്ത്രിയുണ്ട്, VD സതീശനുണ്ട്, ഒപ്പം പ്രതിപക്ഷ ഉപനേതാവും കൂടിയായിരുന്ന ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ കക്ഷി നേതാവായ PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്. അങ്ങനെ ഘടകകക്ഷി നേതാക്കൾ എല്ലാവരുമുണ്ട്. സൈഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങളുമായി ചേരുന്നു. സൈഫ്, ഈ ഘടകകക്ഷി ഈ UDF യോഗത്തോടുകൂടി തന്നെ ഘടകകക്ഷികളോ ഏതൊക്കെ വകുപ്പുകൾ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാകുമല്ലോ അല്ലേ? ഇനി ഈ ഘടകകക്ഷികൾക്കുള്ള വകുപ്പ് വിഭജനത്തിന്റെ കാര്യത്തിൽ ഇനിയൊരു ചർച്ച വേണ്ടി വരില്ലല്ലോ. ഇത് ലാസ്റ്റ് മീറ്റിംഗ് അല്ലേ? അതെ, വകുപ്പുകൾ ഏത് എന്ന് തീരുമാനിക്കേണ്ടത് സാങ്കേതികമായി പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാണ് മന്ത്രിമാരുടെ പോർട്ട്ഫോളിയോ എന്താണ് എന്ന് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇവിടെ അതിനകത്തൊരു ധാരണ ഉണ്ടാകണം. ആ ധാരണ നീണ്ടുപോകില്ല. ഇന്നിപ്പോൾ 6:10 സതീശൻ ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോകാൻ വേണ്ടി വിമാന ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിന് മുന്നോടിയായി യോഗം പൂർത്തിയാകേണ്ടതുണ്ട്. യോഗം അധികം നീളാതെ തന്നെ പൂർത്തിയാകും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം മറ്റ് തർക്കങ്ങളൊന്നും അതിനകത്ത് ഉണ്ടാവില്ല സൈഫു. അപ്പോൾ മുഖ്യമന്ത്രി അടക്കം 11 അല്ലെങ്കിൽ 12 മന്ത്രിമാർ കോൺഗ്രസിന് ഉണ്ടാകും. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനോ അവർ വേണം എന്നാവശ്യപ്പെടുന്നുണ്ട്. 5 മന്ത്രിസ്ഥാനം ലീഗിന് നൽകാമെന്നുള്ള ധാരണ കോൺഗ്രസിന്റെ നേതൃതലത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ അവകാശവാദങ്ങളിലേക്ക് ലീഗ് പോകുന്നില്ല എന്ന സൂചന 3 മണിക്ക് ട്രെയിൻ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ PK കുഞ്ഞാലിക്കുട്ടി തന്നെ നൽകുന്നുണ്ട്. തർക്കങ്ങളില്ലാതെ 5 മന്ത്രിസ്ഥാനം ലീഗിന് കിട്ടും എന്നാണ് പ്രതീക്ഷ എന്നാണ് അദ്ദേഹം പറഞ്ഞ വാചകം. അതായത് കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ഒരു തർക്കത്തിലേക്ക് പോകാൻ ലീഗ് ആഗ്രഹിക്കുന്നില്ല. കാരണം 11 ദിവസം മുഖ്യമന്ത്രി ഇല്ലാതെ ജനങ്ങൾക്ക് മുന്നിൽ ലീഗ് ഒരുപാട് മറുപടി പറയേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു തർക്കത്തിലേക്ക് ലീഗ് നിൽക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് 5 മന്ത്രിസ്ഥാനം എന്തായാലും ഉണ്ടാകും. പിന്നീടുള്ളത് കേരള കോൺഗ്രസ് ആണ്. കേരള കോൺഗ്രസിന്റെ കാര്യത്തിലാണ് ഒരു ചെറിയ ആശങ്ക കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഉള്ളത്. 7 MLA-മാരുമായിട്ട് വരുന്ന കേരള കോൺഗ്രസിന്റെ 2 മന്ത്രിസ്ഥാനം വേണം എന്നാണ് പാർട്ടി ചെയർമാനായ PJ ജോസഫ് പറഞ്ഞത്. അല്പസമയം മുമ്പ് ഇവിടെ വെച്ച് അദ്ദേഹത്തെ കണ്ടപ്പോഴും അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ച ചോദ്യം 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും എന്ന വാചകം പറഞ്ഞിട്ടാണ് അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയത്. കൂടുതൽ ചോദ്യങ്ങൾക്ക് അദ്ദേഹം പ്രതികരിച്ചില്ല. തീർച്ചയായും എന്ന വാചകം പറയുകയുണ്ടായി. അതായത് 2 മന്ത്രിസ്ഥാനം ഞങ്ങൾക്ക് വേണം എന്ന അവകാശവാദം ഞങ്ങൾ UDF യോഗത്തിൽ ഉന്നയിക്കും എന്ന നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് അതിനെ അങ്ങനെയല്ല കാണുന്നത്. 2 മന്ത്രിസ്ഥാനം എന്നുള്ളത് മാറ്റിയിട്ട് ഒരു മന്ത്രിസ്ഥാനവും ഒരു ക്യാബിനറ്റ് പദവിയും കേരള കോൺഗ്രസിന് കൊടുക്കാം എന്നുള്ള ആലോചനയാണ് കോൺഗ്രസിന്റെ നേതൃതലത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിനെ PJ ജോസഫ് എങ്ങനെയാണ് കാണുന്നത് എന്ന കാര്യത്തിൽ ഈ യോഗം കഴിയുമ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നീടുള്ളത് ഒറ്റകക്ഷികളാണ്. ആ ഒറ്റകക്ഷികൾക്ക് അനൂപ് ജേക്കബ് ഉണ്ട്, CP ജോൺ ഉണ്ട്, RSPക്ക് ഉണ്ട്, അതുപോലെ തന്നെ പാലയിൽ നിന്ന് മത്സരിച്ച മാണി സി കാപ്പനുണ്ട്. ഇവർക്ക് മന്ത്രിസ്ഥാനം നൽകാൻ വേണ്ടിയുള്ള ആലോചനയുണ്ട്. ഈ കഴിഞ്ഞ തവണ LDF മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന പോലെ ടേം വ്യവസ്ഥ 2.5 വർഷം എന്ന ടേം വ്യവസ്ഥ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരണമില്ലാതിരുന്നിട്ടും UDFന്റെ കൂടെ നിന്ന ആൾക്കാരാണ് ഈ ഘടകകക്ഷികൾ എല്ലാവരും. അതുകൊണ്ട് അവരെ അങ്ങനെ പരിഗണിക്കണം എന്നുള്ള ആവശ്യം VD സതീശൻ അടക്കമുള്ളവർക്ക് ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് എല്ലാവരും 5 വർഷം മന്ത്രിസ്ഥാനം കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഒരു മന്ത്രിസ്ഥാനം എന്തായാലും ഷിബു ബേബി ജോണിന് ഉണ്ടാകും. CP ജോണിന് മന്ത്രിസ്ഥാനത്തിന്റെ കാര്യത്തിൽ ഏകദേശ ധാരണയായിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടാകും. ഒരു പക്ഷേ അദ്ദേഹത്തിന് സഹകരണ വകുപ്പ് കിട്ടാനാണ് സാധ്യത എന്ന് പോലും കേൾക്കുന്നുണ്ട്. പിന്നീടുള്ളത് അനൂപ് ജേക്കബാണ്. അനൂപ് ജേക്കബ് UDF സർക്കാരിന്റെ കാലത്ത് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളാണ്, ഭരണപരിചയമുള്ള ആളാണ്. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. മാണി സി കാപ്പനാണ് അങ്ങനെ ഭരണപരിചയം എന്ന് പറഞ്ഞാൽ MLA ആയിട്ടുള്ള പരിചയമുണ്ട്, അല്ലാതൊരു ഭരണതലത്തിലേക്ക് അദ്ദേഹം വരാതിരുന്നു. എങ്കിലും അദ്ദേഹം പാല പോലെ ഒരു കേരള കോൺഗ്രസിന്റെ കുത്തക സീറ്റ് ആയിരുന്ന സ്ഥലത്ത് അവിടെ നിന്ന് ജയിച്ചു കയറിയ ആളാണ്, തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ പരിഗണിക്കണം എന്നുള്ള
ആവശ്യം കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ പങ്കുവെക്കുന്നുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വലിയ തർക്കങ്ങളില്ലാതെ ഈ മന്ത്രിസ്ഥാന വിഭജനം പൂർത്തിയാകും. ഓരോ ഘടകകക്ഷികളും എത്ര മന്ത്രി എന്ന കാര്യത്തിലുള്ള ഒരു വിഭജനം പൂർത്തിയാകും. പിന്നീടുള്ളത് വകുപ്പുകൾ സംബന്ധിച്ച കാര്യമാണ്. പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്തായാലും കോൺഗ്രസ് തന്നെയായിരിക്കും കൈയാളുക. പൊതുഭരണവും ധനകാര്യവും ആഭ്യന്തരവും അടക്കമുള്ള വകുപ്പുകൾ കോൺഗ്രസ് തന്നെയായിരിക്കും കൈകാര്യം. ഇതിനകത്ത് മറ്റു ചില ചോദ്യങ്ങൾ നിലനിൽക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ്, ലീഗിന് ഏതൊക്കെ വകുപ്പ് കൊടുക്കും എന്നാണ്. വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ തവണ ലീഗ് കൈകാര്യം ചെയ്തു അധികാരത്തിലുണ്ടായിരുന്ന സമയത്ത്. പൊതുമരാമത്ത് വകുപ്പ് അവർക്കുണ്ടായിരുന്നു, IT വ്യവസായം അവർക്കുണ്ടായിരുന്നു. ആ വകുപ്പുകളിൽ നിന്ന്, പ്രധാനപ്പെട്ട ആ വകുപ്പുകളിൽ നിന്ന് ലീഗ് പിന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. ഇതേ വകുപ്പുകൾ വേണം എന്നുള്ള ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലീഗിൽ നിന്ന് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യം BJP കേന്ദ്രങ്ങൾ, സംഘപരിവാർ കേന്ദ്രങ്ങൾ ഒരു വർഗീയ വിദ്വേഷ സ്വഭാവത്തോടു കൂടി ചില പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനൊന്നും വഴങ്ങിക്കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. അവർ കഴിഞ്ഞ തവണ കൈയാളിയിരുന്ന അതേ വകുപ്പുകൾ തന്നെയായിരിക്കും ഇത്തവണയും കിട്ടുക എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. ജോസഫ് ആവശ്യപ്പെടുന്നത്, അബു ജോസഫിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കൃഷി വകുപ്പിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഇനി ആ വകുപ്പ് തന്നെ ആയിരിക്കുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അനൂപ് ജേക്കബ് ഭക്ഷ്യവകുപ്പ് കഴിഞ്ഞ തവണ കിട്ടിയതുപോലെ വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചേക്കാം. അത് തർക്കങ്ങളില്ലാതെ പരിഹരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ അവർക്കുണ്ട്. കാരണം കോൺഗ്രസ് നേതൃതലത്തിൽ ഇതിനകത്തൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. ധാരണയില്ലാതെ എന്തായാലും നേതൃയോഗത്തിലേക്ക് വന്ന് അത് ചർച്ച ചെയ്ത് വഷളാക്കി ആ പ്രശ്നങ്ങൾ അങ്ങനെ കൂടുതൽ വഷളായി പോകില്ല. കാരണം LDF യോഗം പോലെ അല്ല UDF യോഗം. തർക്കങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ വിവരങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്യും. ഒരു സർക്കാരിന്റെ ഹണിമൂൺ പീരീഡ് സമയത്ത് തന്നെ അങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ ജനങ്ങൾക്ക് വീണ്ടും അവമതിപ്പ് ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു തർക്കത്തിലേക്കൊന്ന് പോകാനുള്ള സാധ്യത കുറവാണ്. വേഗത്തിൽ തന്നെ ഈ മന്ത്രിസ്ഥാന വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വകുപ്പുകൾ ഏതൊക്കെ എന്ന കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. സൈഫു, യെസ്, ടീം UDFന്റെ വളരെ പ്രധാനപ്പെട്ട യോഗമാണ് ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഈ യോഗത്തോടുകൂടി തന്നെ വകുപ്പ് വിഭജനം സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകും. എന്ന് വെച്ചാൽ ഘടകകക്ഷികളുടെ വകുപ്പുകൾ ഏതൊക്കെയെന്ന കാര്യത്തിൽ ഇന്ന് രാത്രിയോടുകൂടി തീരുമാനമുണ്ടാകും. ആ വകുപ്പുകൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വകുപ്പുകളിലേക്ക് ഘടകകക്ഷികൾക്ക് വേഗത്തിൽ മന്ത്രിമാരെ നിശ്ചയിക്കാം. അങ്ങനെയാണെങ്കിൽ ഘടകകക്ഷി മന്ത്രിമാരൊക്കെ തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുക്കമായിരിക്കും. ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ മറ്റു 11 മന്ത്രിമാർ, അതിന്റെ വകുപ്പുകൾ അതും കൂടി തീരുമാനിക്കണം. ശനി ഞായർ 2 ദിവസങ്ങളെ ഇനി ബാക്കിയുള്ളൂ. അപ്പോഴേക്കും അതും കൂടി ഫൈനലൈസ് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയും ആത്മവിശ്വാസവും കോൺഗ്രസ് നേതൃത്വം പങ്കുവെക്കുന്നുണ്ട്. ഇടവേള കഴിഞ്ഞ് നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് വരാം.